ഇന്ന് തേങ്ങാപ്പാലിലൊക്കെ വറ്റിച്ചെടുത്ത നല്ല നാടൻ മീൻകറിയുടെ റെസിപ്പിയാണ്. നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടത്തില്ലേ, ആ സ്റ്റൈലിലൊരു മീൻകറിയെ. അതിൻ്റെ കൂടെ ആവോലി മീൻ വറക്കുമ്പോൾ ഒരു ചെറിയ ടിപ്പും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല വിളഞ്ഞ വെള്ളാവോലിയാണ്. ഇതിനെ ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി കട്ട് ചെയ്ത് കൊണ്ടുവരാം. ആദ്യം തന്നെ നമുക്ക് ഒരു തേങ്ങയുടെ 3/4 ഭാഗം തേങ്ങ അത് മിക്സിയുടെ ജാറിലോട്ടിട്ട് അത് മുങ്ങിക്കിടക്കത്തക്ക രീതി വെള്ളവും കൂടെ ഒഴിച്ച് അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കാം. കണ്ടില്ലേ, തേങ്ങാപ്പാൽ. ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇതെല്ലാം കൂടെ ആ തേങ്ങാപ്പാലിൽ നിന്ന് 2-3 സ്പൂൺ എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പച്ചവെള്ളത്തിൽ കുഴയ്ക്കാതെ ഇതുപോലെ നമുക്ക് തേങ്ങാപ്പാൽ തന്നെ കുഴച്ച് ഒന്ന് മാറ്റി വെച്ചേക്കണേ. ഇനി ഒരു 10 ചെറിയ ഉള്ളി, എരിവിനാവശ്യമുള്ള പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ കുടംപുളിയും കൂടെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഇഞ്ചി ഇട്ട് കൊടുത്ത് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആദ്യം തന്നെ ഈ ഇഞ്ചിയും പച്ചമുളകും വെളിച്ചെണ്ണ കിടന്നൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ കിടന്ന് നല്ലപോലെ ഒന്ന് ബ്രൗൺ നിറമാവട്ടെ. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവട്ടെ. കണ്ടില്ലേ, ഇതുപോലെ ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് അപ്പോഴത്തേക്ക് നമ്മൾ തേങ്ങാപ്പാലിൽ കുഴച്ച് വെച്ചില്ലേ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ, അതും കൂടി ഇട്ട് നല്ല ചൂടായി കിടക്കുമല്ലേ ചട്ടിയും ചെറിയ ഉള്ളിയും എല്ലാം, അതിലോട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ എണ്ണ തെളിയും വരെ ഒന്ന് വഴറ്റിയെടുക്കാവേ. പെട്ടെന്നാവും. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ കേട്ടോ. ഒന്ന് എണ്ണ തെളിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുടംപുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിരുന്നില്ലേ തേങ്ങാപ്പാൽ, അതും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറിയ തിള വന്നാൽ മതിയേ. ഒരു ചെറിയ തിള വരട്ടെ. കണ്ടില്ലേ, ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച മീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മീനല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ലപോലെ ഒന്ന് ഗ്രേവിയിലോട്ട് എല്ലാ മീനും ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ 2-3 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടച്ച് വെക്കുന്നതിന് മുമ്പ് 2 പച്ചമുളകും കൂടെ കീറിയിട്ട് അടച്ചവിടെ വെച്ച് കണ്ടില്ലേ, നല്ല ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും മീൻ വെന്ത് പെട്ടെന്ന് വേവും. ഇച്ചിരി ഉലുവാപ്പൊടിയും വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഇനി ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട്, ഇത്രയേ ഉള്ളൂ. ഈസി കറി, നല്ല നാടൻ. ഇത് ശരിക്കും തലേന്ന് വെച്ചിട്ട് നമ്മൾ പിറ്റേന്ന് എടുക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്തായാലും ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഇനി ഇതെടുക്കാവുള്ളൂ. അപ്പോഴത്തേക്ക് ആ ചാറൊക്കെ ഒന്ന് കുറുകി ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി മീൻകറി റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ആവോലി പൊരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ്, പച്ചമുളകോ നല്ല എരിവുള്ള കാന്താരിയോ എന്തുവാന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലോട്ടിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റാക്കി എടുക്കണേ. എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ആ മീനിലോട്ട് പുരട്ടി ഇച്ചിരി നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ല ചൂടെണ്ണയിലോട്ടിട്ട് നല്ല മൊരുമൊരാന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ മസാല പിടിക്കും ഇതിലോട്ട്. ആ പച്ചമുളകിൻ്റെ എരിവും ഒക്കെ പിടിക്കും കേട്ടോ. എല്ലാവരും ഇനി ആവോലിയൊക്കെ പൊരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. താങ്ക് യു.